ഫലക്ക് കഴിഞ്ഞ് നാസിലേക്ക് എത്തുമ്പോഴും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. പക്ഷെ 3 രീതിയിൽ അഥവാ 3 സിഫാത്തുകൾ പറഞ്ഞിട്ടാണ് പടച്ച റബ്ബിനോട് ഇവിടെ കാവൽ ചോദിക്കുന്നത്. അള്ളാഹിന്റെ 3 സിഫാത്തുകൾ പറയുന്നുണ്ട്. ഖുൽ നബിയെ അങ്ങ് പറയുക, അഊദു ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ നാഥനോട്, ജനങ്ങളുടെ റബ്ബിനോട്, യജമാനനോട് ഞാൻ കാവൽ തേടുന്നു. മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവിനോട്, ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യനോട് ഞാൻ കാവൽ തേടുന്നു. റബ്ബുന്നാസ്, മലിക്കുന്നാസ്, ഇലാഹിന്നാസ്. റബ്ബ്, മലിക്ക്, ഇലാഹ്, 3 വിശേഷണമാണ് പറഞ്ഞത്. 3 വിശേഷണം അള്ളാഹുവിന്റെ പറഞ്ഞുകൊണ്ട് കാവല് തേടുന്ന കാര്യം ഒറ്റ കാര്യമാണ്. മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ജനങ്ങളുടെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ഖന്നാസായ വസ്വാസിനെ തൊട്ട്, ജനങ്ങളുടെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ഖന്നാസായ വസ്വാസിനെ തൊട്ട് കാവൽ തേടുന്നു. അത് മിനൽ ജിന്നത്തി വന്നാസ്, ജിന്ന് വർഗത്തിലുണ്ട്, വന്നാസ് മനുഷ്യവർഗത്തിലുണ്ട്. ഈ വസ്വാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പിന്തിരിപ്പിക്കുകയാണ്, പിന്നോട്ട് മടങ്ങാണ്, വന്ന് മടങ്ങുക, വരുക പോവുക, വരുക മടുക, പല ആവർത്തി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പിശാചിന്റെ നാശങ്ങൾ മനുഷ്യരൂപത്തിലും വരും, ജിന്ന് രൂപത്തിലും വരും. വീണ്ടും വീണ്ടും തിന്മയിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുക. അതാണ് വസ്വാസുൽ ഖന്നാസ്. അത് ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം. സൽസലത്ത് എന്നൊക്കെ പറയുമ്പോഴാണ് വസ്വാസത്ത്. സൽസല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം ഒരു അനക്കല്ലല്ലോ, അനങ്ങിക്കൊണ്ടിരിക്കുക, കിടുങ്ങുക. ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഭൂമി ഉറപ്പിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പെടക്കുക, പെടിച്ചുകൊണ്ടിരിക്കുക, വീണ്ടും. അതാണ് വസ്വസത്ത് എന്ന് പറഞ്ഞാൽ. വീണ്ടും ഇങ്ങനെ മടങ്ങി വന്ന് ഹൃദയത്തിൽ വസ്വാസം ഉണ്ടാക്കിയിട്ട് അവനെ വഴിപഴിപ്പിക്കാൻ നോക്കുന്ന മനുഷ്യരും ജിന്നുകളും അവരുടെ ഷെറിനെ തൊട്ട് കാവൽ തേടാണ്. അപ്പൊ സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹുവിനോട് സന്മാർഗമാണ് ചോദിച്ചതെങ്കിൽ, സന്മാർഗത്തിൽ അടിയുറപ്പിച്ചു നിർത്താനാണ് ആവശ്യപ്പെട്ടതെങ്കിൽ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ അഥവാ സിറാത്ത് മുസ്തഖീമിൽ ഞങ്ങൾ നീ അടിയുറപ്പിച്ചു നിർത്തണേ എന്ന് ദ്വാരുന്നെങ്കിൽ, ആ സിറാത്ത് മുസ്തഖീം അഥവാ ഹിദായത്ത് നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യത്തെ തൊട്ടാണ് ഏറ്റവും അവസാനം അള്ളാഹുവിനോട് നാം കാവല് തേടുന്നത്. ആദ്യം ഹിദായത്തിനെ ചോദിച്ചു, അവസാനം ആ ഹിദായത്തിന്റെ മാർഗത്തിൽ തടസ്സമുണ്ടാക്കുന്ന വസ്വാസുൽ ഖന്നാസിനെ തൊട്ട് കാവൽ തേടുകയാണ്.